പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പിന്തുണയുമായി മുൻ മന്ത്രിയും തവനൂർ മുൻ MLA ഡോക്ടർ KT ജലീൽ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പിണറായിക്ക് പിന്തുണ അറിയിച്ചത്. പിണറായി വിജയന്റെ ദേഹത്ത് സ്പർശിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകളുടെ സംവിധാനങ്ങൾ അടപടലം ഇറങ്ങി വന്നാലും നടക്കില്ലെന്നാണ് ജലീൽ അഭിപ്രായപ്പെടുന്നത്. പിണറായി അരുതാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹത്തെ അടുത്ത് മനസ്സിലാക്കിയവർക്കെല്ലാം ഉറപ്പാണെന്നും ഏതറ്റം വരെയും കൂടെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: മേപ്പുരയില്ലാത്തവന് എന്ത് തീപ്പൊരി. കേരള നിയമസഭയിൽ തന്റെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച ഈ കൈകൾ ശുദ്ധമാണ്, ആരെയും ഭയപ്പെടേണ്ടതില്ലെന്ന യാതൊരു സങ്കോചവുമില്ലാതെ പ്രഖ്യാപിച്ച പിണറായി വിജയന്റെ ദേഹത്ത് സ്പർശിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകളുടെ സംവിധാനങ്ങൾ അടപടലം ഇറങ്ങി വന്നാൽ നടക്കില്ല. അതാണ് വേറെയാണ്. കള്ളക്കേസുകളും ജയിലുകളും മർദ്ദനങ്ങളും എത്ര നേരിട്ട മനുഷ്യനാണ് പിണറായി വിജയൻ. വലതുപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും മുഴുവൻ തന്റെ ഒരു റാത്തൽ ഇറച്ചിക്കായി പേ പിടിച്ച് ഓടി നടന്നിട്ടും ആ മനുഷ്യനെ ആർക്കും ഒരു ചുക്കും ചെയ്യാനായില്ല. മോദിയുടെ രാഷ്ട്രീയ ദർശനത്തെ നഖശിഖാന്തം എതിർത്ത പിണറായി തന്റെ സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്ന് കേരളത്തിൽ വന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസംഗിച്ചപ്പോൾ അതിന് ആ തടി പോരെന്ന് തിരിച്ചടിച്ച് പോരാട്ട വീര്യം തെളിയിച്ച ധീരനാണ്. പിണറായി അരുതാത്തതൊന്നും ചെയ്യില്ലെന്ന് അദ്ദേഹത്തെ അടുത്ത് മനസ്സിലാക്കിയവർക്കെല്ലാം ഉറപ്പാണ്. സഖാവെ കൂടെയുണ്ട്, ഏതറ്റം വരെയും എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ദേശീയ അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്ന് മുൻ മന്ത്രിയും ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. പരിശോധനയിൽ ഇഡിക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും റിയാസ് പറഞ്ഞു. ED റെയ്ഡിനെ തുടർന്ന് കോഴിക്കോട്ടെ വീട്ടിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവൻ നൽകാനും തയ്യാറാണ്. ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ ജീവൻ പോയാലും തല പോയാലും നിന്ന് പോരാടും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാമെന്ന് നോക്കണ്ട. സംഘപരിവാറിനെയും കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന തെറ്റായ നിലപാടിനെയും ഇനിയും വിമർശിക്കും. അതിന് ED അതിന് മുകളിൽ എന്ത് ഡി വന്നാലും മുന്നോട്ട് പോകും. രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി തുടരും. ഇതിന്റെ മറ്റു വശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് റിയാസ് പറഞ്ഞു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ രാവിലെ ആരംഭിച്ച ED റെയ്ഡ് പൂർത്തിയാവുകയും ചെയ്തു. കണ്ണൂരിലെ റെയ്ഡിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ED ഉദ്യോഗസ്ഥർ എഴുതി നൽകി. ഇതോടെ ED ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രവർത്തകർ കൂകി വിളിച്ചു. തിരുവനന്തപുരത്തെയും ED റെയ്ഡ് പൂർത്തിയായി. ഇവിടെയും ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രവർത്തകർ കൂകി വിളിച്ചു. മാത്രമല്ല, ED പരിശോധനയ്ക്ക് ശേഷം CPM പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ. തിരുവനന്തപുരം ബേക്കർ ജംഗ്ഷനിലെ വാടക വീട്ടിൽ നടത്തിയ ED പരിശോധന പൂർത്തിയായി. ഇതൊരു തുടക്കം മാത്രമായി കാണുന്നുള്ളൂവെന്നും ഈ തരത്തിലുള്ള നടപടികൾ കൊണ്ട് തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ലെന്നും പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ED പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ പുറത്തേക്കിറങ്ങിയപ്പോൾ വൻ സംഘർഷമാണ് ഉണ്ടായത്. ED ഉദ്യോഗസ്ഥർ കാറിൽ കയറിയ ശേഷം സംഘർഷം കനക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ വാഹനം CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. കാറിന്റെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ അടിച്ചു തകർത്തു. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് ലാത്തി വീശിയാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. സംഘത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം കയറ്റുകയും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.